ഇന്നത്തെ ദിവസം ശേഷം സ്ക്രീനിൽ വന്നിരിക്കുന്ന ഗസ്റ്റിനെ പറ്റി പറഞ്ഞിട്ടുണ്ടെങ്കിൽ CBCD ആണ് ആള്. CBCD. What is the full form of CBCD? കാര്യമായിട്ട് ആലോചിക്കുകയാണ് ആള്. City born confused ചെന്നൈ born confused Desi. Chennai city born confused. അല്ല അതുകൊണ്ട് തന്നെ മലയാളമൊക്കെ കൃത്യമായിട്ട് അറിയാൻ പറ്റുമോ? ഞങ്ങൾക്ക് തമിഴ് അറിഞ്ഞൂടാ. മലയാളം എനിക്ക് കുഴപ്പമില്ല കേട്ടോ. കുഴപ്പമില്ല. മലയാളം പഠിച്ചോണ്ടിരിക്കും. അതെ, ഇത്രയും നന്നായിട്ട് മലയാളം പറഞ്ഞില്ലേ? ദാറ്റ്സ് ഓക്കേ. ഞാൻ ട്രൈ മൈ ലെവൽ ബെസ്റ്റ്. എനിക്ക് എത്രയും മലയാളം പറയാൻ പറ്റുമോ ഞാൻ അത്രയും ശ്രമിക്കും. എനിക്ക് തോന്നുന്നു അപർണയുടെ അറിഞ്ഞില്ലെങ്കിൽ ഞാൻ ഇടയ്ക്ക് ഒരു ഇംഗ്ലീഷ് വാക്ക്. അത് കുഴപ്പമില്ല. എനിക്ക് തോന്നുന്നു അപർണയുടെ ഒരു വോയിസ് അധികം കേട്ടാല്, കാര്യം മലയാളം മൂവീസിലൊന്നും അപർണ ഒരു മൂവിയിലോ മറ്റോ ഡബ് ചെയ്തിട്ടുള്ളൂ. ഗാങ്സ്റ്ററില് ഇംഗ്ലീഷിലാണോ പറഞ്ഞിരിക്കുന്നത്? പക്ഷെ നിങ്ങൾ കേട്ടപ്പോ ചിലപ്പോ അത് ഇംഗ്ലീഷായി തോന്നിയതായിരിക്കും അല്ലേ? നന്നായിരുന്നു. എല്ലാരും പറഞ്ഞു എന്താ ചെയ്യാത്ത, ഇതൊക്കെ കുറച്ച് ഇംഗ്ലീഷ് ഡയലോഗ് ലൈക് ഫ്യൂ മലയാളം വേർഡ്സ് പ്രൊഫഷണൽ ആയിരുന്നു. ആൻഡ് ഇറ്റ് വാസ് ലൈറ്റ്ലി ആംഗ്ലിസൈസ്ഡ് ക്യാരക്ടർ. അപ്പോ ശരിക്കും അപർണയ്ക്ക് ആഗ്രഹമില്ലേ ഒന്ന് ഡബ് ചെയ്താൽ കൊള്ളാന്നൊക്കെ? ഭയങ്കര. പിന്നെ അതല്ല ഇങ്ങനെ എല്ലാവരുടെ അടുത്ത് മലയാളം പറഞ്ഞോണ്ടിരിക്കുക. എന്നെ ഡ്രൈവർ പിക്കപ്പ് ചെയ്താലും ചേട്ടാ ഹലോ സ്റ്റാർട്ട് കോൺവെർസേഷൻ ഓൺലി മലയാളം. ഇപ്പോ സഖാവ് മൂവി ആണെങ്കിലും അതിൽ നിർബന്ധം പിടിച്ചോ ഞാനൊന്ന് ഡബ് ചെയ്ത് നോക്കട്ടെ എന്നൊക്കെ പറഞ്ഞോ? അല്ല, ഞാനൊരു സീൻ വായിച്ചിട്ട് അതിനകത്ത് ഒരു ഡയലോഗ് പറഞ്ഞ ഡബ് ചെയ്യണ്ടോ? പറ്റത്തില്ല. അന്ന് വായിക്കും, അന്നും കേറും, അന്ന് തന്നെ മറന്നു പോകും. ഏറ്റവും ടഫ് ആയിട്ട് ഫീൽ ചെയ്തിട്ടുള്ള പറയാൻ പ്രൊനൗൺസ് ചെയ്യാനായിട്ട് ഏത് മലയാളം വാക്കാം? ഒരുപാട് ടഫ്. വിശ്രമിക്കുക. അയ്യോ, വിശ്രമിക്കുക, റെസ്റ്റ് എടുക്കുക. ഞാൻ പേടിച്ചു പോയി. നമ്മുടെ ജഗദീഷ് പറഞ്ഞാൽ വിജൃംഭിക്കുക എന്നൊക്കെ ഉള്ള വാക്കാണെന്ന് വിചാരിച്ചു. മുന്നറിയിപ്പില് ഞാൻ പെട്ടുപോയ ഒരു വലിയ സീനായിരുന്നു. എല്ലാവരും പാവമാക്കും. പക്ഷേ അവിടെ എങ്ങനെ കട്ട് ചെയ്യാൻ പറ്റുമോ? അപർണയ്ക്ക് വേണ്ടി ആരാ ഡബ് ചെയ്യാറ്? ഒരു സ്പെസിഫിക് ആളുണ്ടോ? അതോ വിമ്മി ചേച്ചി ചെയ്തിട്ടുണ്ട്, ഏഞ്ചൽ ചെയ്തിട്ടുണ്ട്, ദേവി. My voice is a very easy voice to catch, I think. As in for screen, കേട്ട് like എൻ്റെ അമ്മയ്ക്കൊക്കെ it's always jarring because they know it's not me. So അവർക്ക് they've never seen a complete performance. അപർണയെ കാണുന്നുണ്ട്, പക്ഷെ ഇത് അപർണ അല്ല. അതെ, എനിക്ക് തന്നെ കാണുമ്പോൾ ഇഷ്ടമാണോ വേറൊരാളുടെ വോയിസിൽ അപർണ അറിയപ്പെടാൻ? അതിൽ ആരുടെ വോയിസ് ഏറ്റവും സ്യൂട്ട് ആവുന്നത് അപർണയ്ക്ക്? അല്ല, ഐ തിങ്ക് ചേച്ചി ആൻഡ് ഏഞ്ചൽ ഹാവ് ഡൺ ആൻ ഓസം. ഏഞ്ചലാണ് ABCD ചെയ്തത്. ഏറ്റവും ഇത്രയും എൻ്റെ വോയിസിന് മാച്ച് ചെയ്യാൻ പറ്റുമോ? സോ ഐ തിങ്ക് ബോത്ത്. വിമ്മി ചേച്ചിയല്ലേ നമ്മുടെ മെട്രോയ്ക്ക് വോയിസ് കൊടുക്കുന്നത്? എനിക്ക് തോന്നുന്നു വിമ്മി ചേച്ചി കൂടുതലായിട്ട് അപർണയ്ക്ക് വോയിസ് തന്നാല് ഭാവിയിൽ നമ്മുടെ കൊച്ചിയിൽ മെട്രോ ഓടുമ്പോ അനൗൺസ് ചെയ്തില്ലേ അപർണ അനൗൺസ് ചെയ്യുന്നത് പോലെ ഉണ്ടല്ലോ എന്ന് പറയാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. അയ്യോ, ഓക്കെ, അപർണ ഇനി സഖാവിലേക്ക് വരികയാണെങ്കിൽ സഖാവില് അപർണയ്ക്ക് പേരുണ്ടോ? ഞങ്ങൾ കുറെ നീതി. നീതിമാനായ നീതി. ജസ്റ്റിസ്. പക്ഷെ എനിക്ക് കനി എന്നുള്ളൊരു പേരാ ഓർമ്മ കൂടുതൽ നിൽക്കുന്നത്. ചാർലി മൂവിയില് കനി കണ്ടിട്ടുണ്ട്, നീതി കണ്ടിട്ടില്ലല്ലോ. ഏതായാലും എനിക്ക് തോന്നുന്നു ഇപ്പോ ചെന്നൈയിൽ നിന്ന് കൊച്ചിയിൽ ലാൻഡ് ചെയ്തത് സൂപ്പർബ് ഒരു ടൈമിലാണ്. പടക്കം, സെലിബ്രേഷൻ, ആ ഒരു ടൈമിലാണ്. എൻജോയ്. മലയാളം എഴുതാൻ അറിയോ? പറയാൻ അറിയില്ല മനസ്സിലായി. എഴുതാൻ ഏത്? കൊഞ്ചം അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ പെറുക്കി എഴുതും അല്ലേ? ഈ സിനിമ ഇതൊക്കെ നമ്മൾ വായിക്കുമല്ലോ, അങ്ങനെ വെച്ച്. സഖാവ് ഫസ്റ്റ് ടൈം വരട്ടെ വക്കാവ് ഒരുപാട് സൗണ്ടോ? ഇല്ല, ജാഗരി പോലെ ഒരു ജിലേബി പോലെ. അതല്ല, സാ പോലെ ആണല്ലോ ഏതാണ്ട് ജായൊക്കെ എഴുതുന്നത്. അതായത് ഇങ്ങനെ രണ്ട് അല്ലേ? നോനോ, ഒരു സാ ഇങ്ങനെയല്ലേ, അതൊരു ജിലേബി പോലെ. അതെ, എഴുതുമ്പോ അത് വേറെ സാ അല്ലേ? അല്ല, സെയിം സാ. സത്യമായിട്ട് ഞങ്ങൾക്ക് ഒരു സായുള്ളൂ. ഇല്ല,
ഇനി തമിഴിൽ 2 സാ ഉണ്ടോ? സഖാവിന്റെ സാ പോലും അറിഞ്ഞുകൂടാത്ത നമ്മുടെ സ്വന്തം തമിഴ്നാട്ടുകാരിയായ അപർണയാണ് ഇന്നത്തെ ദിവസം ശേഷം സ്ക്രീനിൽ നമ്മുടെ കൂടെ ജോഷ് ജംഗ്ഷനിലുള്ളത്. പക്ഷേ ഇവിടെ ഞങ്ങൾ മലയാളം പറയിപ്പിക്കും, കാരണം വെച്ചാൽ എനിക്ക് ഫൈൻ കൊടുക്കേണ്ടി വരും. ഇപ്പൊ സ്കൂളിലൊക്കെ മലയാളം പറഞ്ഞില്ലെങ്കിൽ അതെല്ലാം ഞാൻ പഠിക്കണം. ഇംഗ്ലീഷ് നോ, വെരി ഗുഡ്. ഇല്ല. ഒള്ളി മലയാളം, ഒള്ളി മലയാളം. അതൊക്കെ പോട്ടെ, നമ്മളുടെ ബൈക്ക് എവിടെ ഉണ്ട്? എനിക്ക് ബൈക്കൊന്നും ഇല്ലാതെ. ആര് പറഞ്ഞു എനിക്ക് ബൈക്കൊന്നും? അല്ല ഞാൻ ഇന്നത്തെ ചാർലി കഴിഞ്ഞിട്ട് എവ്രിബഡി ഹാസ് ജസ്റ്റ് ഡിസൈഡഡ് ദാറ്റ് ഐ ആം എ ബൈക്കർ ഗേൾ. താങ്കൾക്ക് ബൈക്ക് ഇല്ലെന്നോ? അത് ബൈക്ക് എനിക്ക് ബൈക്ക് ഓട്ടാൻ ഇഷ്ടം. എല്ലാം ബൈക്ക് ഓട്ടും. കൊറേ ബൈക്ക് ഓട്ടിട്ടുണ്ട്, ബോറോ ചെയ്തിട്ട്. അണ്ണാ ഒരു റൗണ്ട് അണ്ണാ, എന്റെ ബൈക്കിൽ ഒരു റൗണ്ട് കൊടുക്കും പ്ലീസ്. അങ്ങനെയാ മേടിച്ച് ഞാൻ ബൈക്കൊക്കെ പഠിച്ച് ബൈക്ക് ഞാൻ എൻജോയ് ചെയ്തത്. ഐ വാസ് നെവർ അലൗഡ് ടു ബൈ എ ബൈക്ക് എവർ ഇൻ മൈ ലൈഫ്, far from being a biker chick or anything. So I feel sad for biker girls because they are living their life, man. So ഞാൻ biker chick അല്ല. ആക്ച്വലി ബൈക്കിൽ കറങ്ങി നടക്കുമ്പോ എന്ത് തോന്നുന്നു? സാധാരണ ആണുങ്ങൾ ബൈക്കിൽ കറങ്ങുമ്പോ നമുക്ക് അസൂയോടെ നോക്കി നിക്കാ. നോ എനിക്ക് ഈ ജെൻഡർ സെപ്പറേഷൻ ഇല്ല, മൈൻഡിലില്ല. സോ എല്ലാരും എന്നെ നോക്കിയിട്ട് ഞാൻ ആണെന്നെ പോലെ ഉണ്ട് എന്ന് പീപ്പിൾ സേ. ബട്ട് ദ ട്രൂത്ത് ഇസ് ദാറ്റ് ഐ ഡോണ്ട് ലുക്ക് അറ്റ് ഗേൾ ആൻഡ് ബോയ് ഫസ്റ്റ്. First we are human beings. What do you like to do as human beings? I like to eat, I like to ride, I like to drive. I don't need to be a girl or a boy for it. Simple. It's not a statement. I'm not trying to be politically correct or anything. Idana I've practiced from when I was very, very small, which we've been given that freedom in our house. Atrollo. Amma allowed me to wear shorts and shirt, run around, climb trees, climb the pipe, go to the terrace, climb the water tank, jump into the water tank, bathe in the water tank, get addi for that. All that. ഇപ്പോഴും അതൊക്കെ ചെയ്യാറുണ്ട്. ഇല്ല. അല്ല, ഈ സമ്മർ വെക്കേഷൻ സമയത്ത് കേൾക്കാൻ പറ്റിയ ചില കുസൃതികളൊക്കെ കയ്യിലുണ്ടെന്ന് തോന്നുന്നു. ഉണ്ട് അല്ലേ? അയ്യോ പറയണ്ട. ഞാൻ ചിലപ്പോ പിള്ളേർക്ക് ക്ലാസ് എടുത്ത് പോകും. എന്നാലും എന്റെ തനിനിറം പുറത്താക്കല്ലേ മഞ്ജു നിമേഷ്. I have to choose ഏറ്റവും വലിയ വികൃതി ഒരു സമ്മർ വെക്കേഷന് അമ്മയുടെ നല്ല പെട കിട്ടിയിട്ടുള്ളത്. ആ അമ്മ അങ്ങനല്ല, പെടക്കത്തില്ല. പെട്ട കിട്ടിയോ? ഫിൽറ്റർ ചെയ്യാണ് കേട്ടോ, ഇതിൽ ഏത് പറഞ്ഞാൽ ഇപ്പൊ ആക്ച്വലി എന്താ അപർണ സംസാരിക്കാത്ത ഇവിടെ എക്സ്പ്രഷൻ ഞങ്ങളുടെ വീടിന്റെ പുറകെ 2 മാംഗോ ട്രീസ് ഉണ്ടായിരുന്നു. അപ്പോ ഒരെണ്ണം മാങ്ങ, ഇന്നൊരെണ്ണം അടിപൊളി മാങ്ങ. സോ വെരി ടേസ്റ്റി. അപ്പൊ എനിക്ക് മരം കേറാൻ ഇഷ്ടായിരുന്നു. അപ്പൊ എന്തിനാ കേറിയെന്ന് ചോദിച്ചാ മാങ്ങ പറിക്കാൻ. എവിടെയാണെന്ന് മാങ്ങാന്ന് പറഞ്ഞാ 3-4 മാങ്ങ. പക്ഷെ 3-4 മാങ്ങ മരം കയറി കഴിഞ്ഞിട്ട് എടുക്കാൻ പറ്റത്തില്ല, എല്ലാം അവിടെ ഉണ്ടാവും. അപ്പൊ ഒറ്റയടിക്ക് 60 മാങ്ങ 70 മാങ്ങ എല്ലാവരും ഒരു ചാക്കെടുത്തിട്ട് വീടിൻ്റെ അകത്ത് പോയിട്ട് മമ്മി മാങ്ങ എടുത്തിട്ട് ഗെറ്റ് ഔട്ട് ഹൗസ്. ഓക്കെ, അത് പഴുക്കാത്ത ചെറിയ മാങ്ങ പറിച്ചതിന്റെ ഒരു ഇതാണ് അല്ലേ? എപ്പോഴും ശ്രദ്ധിച്ചിട്ടില്ലേ, ഒരു സമ്മർ വെക്കേഷൻ പറയുമ്പോ അവിടെ ഒരു മാവ് അല്ലെങ്കിൽ മാങ്ങ കഥ ഉണ്ടാവും. ചെന്നൈ മാങ്ങ. ഞങ്ങളുടെ ഇവിടെ ഉണ്ട് ഫോർട്ട് കൊച്ചി, ഇവിടെ മറൈൻ ഡ്രൈവിലൊക്കെ ചെന്നാൽ ഇപ്പോഴും കിട്ടും മാങ്ങ. കോഴിക്കോടിലും കിട്ടും മാങ്ങ. അയ്യോ, ഒരു ഫുഡിയാന്ന് തോന്നുന്നു കണ്ടിട്ട്, അല്ല എക്സ്പ്രഷൻ കണ്ടിട്ട്. കോഴിക്കോട് പോയാ ഉപ്പിലിട്ട് മാങ്ങ തിന്നാതെ ഞാൻ പോകത്തില്ല. കൊച്ചിയിൽ വന്നാൽ എന്ത് കഴിക്കാതാ പോവാത്തെ? മന്തി. എന്താ പറഞ്ഞ ആദ്യം? മന്തി. അല്ല, ഞങ്ങളൊരു മന്തി ഫാൻസ് ആണ്. ഞാനും മഞ്ജു ഇടയ്ക്കിടയ്ക്ക് ഷോ കഴിഞ്ഞിട്ട് നേരെ പോയിട്ട് മട്ടൻ ഓർ ചിക്കൻ. പിന്നെ എന്റെ ഫ്രണ്ട് റോസ എന്ന് പറഞ്ഞ ഒരു ലേഡി കേക്ക് ചെയ്യാറുണ്ട്. കൊച്ചിയിൽ വന്നാലും മന്തി ആൻഡ് കേക്ക്സ്. ഓക്കേ, സഖാവില് നമ്മളുടെ റോള്, സഖാവ് എന്ന് പറയുന്നത് ഇറ്റ്സ് ക്യാമ്പസ് പൊളിറ്റിക്സ് ഒക്കെ ആണെന്ന് തോന്നുന്നു അല്ലേ? അല്ലേ? ഇനി അതിനെ മാറ്റി പൊളിറ്റിക്സിനോട് ഇടയ്ക്കിടയ്ക്ക് പൊളിറ്റിക്സിനെ പറ്റി പറയുമ്പോ ഉറപ്പായിട്ടില്ല. പക്ഷെ എനിക്ക് ഐ കാൻ ടോക്ക് അബൌട്ട് മൈ റോൾ റൈറ്റ് നൗ. ഇറ്റ്സ് സംതിങ് ഫൺ, ഇറ്റ്സ് സംതിങ് ദാറ്റ് ഐ ഹാവ് നോട്ട് ഡൺ. ഇതുവരെ ചെയ്തിട്ടില്ല എന്ന്. As in bold, of course, bold just comes. Everyone thinks of bold and they want to cast me. So it's a bold character. But the first time I've played a politically sided character. As in I've never played I come from Madras. So ഞങ്ങൾക്ക് ഈ ലെഫ്റ്റ് തോട്ടിന്റെ ഒരു സാധനമില്ല. Used to ADMK, DMK, and some other K will come and go. And
സോ ഞങ്ങൾക്ക് ആ ഒരു പ്രാക്ടീസ് ഇല്ല. സോ ഇവിടെ ഇറ്റ് വാസ് ദാറ്റ് കൈൻഡ് ഓഫ് ക്യാരക്ടർ. സോ ഐ ഹാഡ് ഗുഡ് എമൗണ്ട് ഓഫ് ഫൺ. സീരിയസ് റോൾസിലൊക്കെ അപർണനെ എടുക്കുക. അപർണ ഒരിക്കലും അങ്ങനെ ഒരു പേഴ്സൺ അല്ലല്ലോ. നമ്മൾ സംസാരിച്ചോണ്ടിരിക്കുമ്പോഴത്തേക്ക് അഭിനയം ഏതായാലും ചൂസ് ചെയ്തു. ഇപ്പോഴത്തെ എനിക്ക് തോന്നുന്നു ഡയറക്ടേഴ്സ് ഒക്കെ പറഞ്ഞു അഭിനയം ഒന്നും വേണ്ട, ജസ്റ്റ് നിങ്ങൾ ബിഹേവ് ചെയ്താൽ മതി. അങ്ങനെ ഒരു രീതിയിലൊക്കെ അല്ലേ മാറുന്നത്? ആണോ എന്ന് പറഞ്ഞു കേട്ടു. ഇവിടെ ഒരു 5 മിനിറ്റ് കൂടുതൽ ഇരുന്നാൽ അഭിനയം എന്താന്ന് പഠിപ്പിച്ചു തരുമെന്ന്. അല്ല That's good, no? നമ്മൾ പുതിയ ആൾക്കാർ നിന്ന് അഭിനയം എന്താണെന്ന് പഠിക്കുമ്പോൾ നമുക്കൊരു വേറെ പോയിന്റ് ഓഫ് വ്യൂ കിട്ടും. Any actor can never stop hearing another person's opinion. അപർണ പറഞ്ഞു അപർണയ്ക്ക് ബോൾഡ് ആയിട്ടുള്ള ക്യാരക്ടേഴ്സാണ് മലയാളത്തിൽ വരുന്നതെന്ന്. ഒരു അങ്ങനെ വരുന്നത് ഒരു പോസിറ്റീവായിട്ടാണോ ഇപ്പോഴും കാണുന്നത്, അതോ എനിക്ക് അങ്ങനെ ബോൾഡ് അല്ലാത്തൊരു ക്യാരക്ടറും കൂടെ കിട്ടിയാൽ നല്ലതാണ്, അങ്ങനെ ഒരു ഫീൽ എന്താണ്? ഐ എം ആൻ ആക്ടർ. അത് ഞാൻ എപ്പോഴും പറഞ്ഞിട്ടുണ്ട്. കമ്മിങ് ഫ്രം എ തിയേറ്റർ ബാക്ക്ഗ്രൗണ്ട്, ശരിക്കും പറഞ്ഞാൽ ഞാൻ ഇത്രയും സീരിയസ് റോൾസ് ഞാൻ തിയേറ്ററിൽ ചെയ്തിട്ടില്ല. ഞാൻ ഡൺ മോർ കോമിക് റോൾസ്, മോർ ലൗഡ് റോൾസ്, ഓവർ ദ ടോപ്പ് റോൾസ്. സോ ഐ ഡോണ്ട് ലുക്ക് ഇറ്റ് ഇറ്റ് ലൈക്ക് ദാറ്റ്. ഞാൻ അങ്ങനെ കണ്ടിട്ടേ ഇല്ല എനിക്ക് ഇങ്ങനെ തന്നെ ചെയ്യണം അല്ലെങ്കിൽ ഇങ്ങനെ എനിക്കെല്ലാം ചെയ്യണം. എല്ലാം വന്നാൽ ചെയ്യും. എക്സ്പെക്ട് ചെയ്യുന്നുണ്ട് ഇനി അങ്ങോട്ട് മലയാളത്തിൽ അപർണയുടെ ഒരു കോമഡി റോൾ. അപർണ കോമഡി പറയുന്നതൊക്കെ കേട്ടിട്ട് ഞങ്ങൾ ചിരിക്കാനായിട്ട് മലയാളത്തിൽ അല്ല, ഞങ്ങൾക്ക് വേറെ ഡബിങ് ആർട്ടിസ്റ്റുകളുണ്ടല്ലോ. ടൈമിംഗ് തെറ്റിപ്പോട്ടോ. യെസ് യെസ്, കോമഡി എന്ന് പറഞ്ഞാൽ വലിയ ടൈമിംഗ് ആണ്. ഐ ഹോപ്പ് ഇഫ് ദാറ്റ് എവർ ഹാപ്പൻസ് ദെൻ ബൈ ദെൻ ഞാൻ ഒരു മലയാളം ഹാപ്പി ഐറ്റം ആയിരിക്കണം. മലയാളം വിദ്വാനായിരിക്കണം, സംസാരിക്കാൻ. അപർണയുടെ ഈ ഹെയർ സ്റ്റൈല് നല്ല രസമാണ്, ഒരു യുണീക്ക് സ്റ്റൈലാണ്. പക്ഷെ ഇത് നമ്മളുടെ ആക്ടിങ്ങിൽ എപ്പോഴെങ്കിലും ഒരു വില്ലനായിട്ട് വന്നിട്ടുണ്ടോ? മുടി ഇല്ലാത്തതുകൊണ്ട് കുട്ടിക്ക് റോളില്ല, അതുകൊണ്ടാണ് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് മാത്രം കാണുന്നത്. പക്ഷേ നോട്ട് റിയലി. എനിക്ക് തോന്നുന്നു പെൺകുട്ടികളില് എന്റെ 2-3 ഫ്രണ്ട്സ് ഉണ്ട് ഇതുപോലെ ഹെയർ സ്റ്റൈലുള്ള. അവർ പറയുന്ന വൺസ് ഇങ്ങനെ കട്ട് ചെയ്താൽ പിന്നെ വളർത്താൻ തോന്നില്ല എന്നാ. കാരണം ഇറ്റ്സ് ഭയങ്കര ഫ്രീ ആണ്. ഒരുപാട് റീസൺസ് shampoo your hair. You don't need to carry a comb. Just whatever you want to put some serum or something. That's all, simple. ഒരു വട്ടം ചെയ്താലും പിന്നെയും ചെയ്യില്ല. മഞ്ജു ഞാനും മുടി വെട്ടിക്കളല്ലേ, ഇനി ഇത്തിരിയും കൂടെ ഉള്ളൂ, ഒരല്പം കൂടെ വെട്ടിയിട്ടുണ്ടെങ്കിൽ അതുപോലെ ആവാം. പക്ഷേ ആ മുടിയുടെ കാര്യത്തിൽ ഈ പറഞ്ഞ പോലെ ഗേളി അല്ലെങ്കിൽ പോലും ചെവിയുടെ കാര്യത്തിൽ ഭയങ്കര ഗേളി ആയിപ്പോയി. എത്ര കഥ കുത്തിയിരിക്കുന്ന. ഓക്കെ, ഞാൻ ഇത് എല്ലാവർക്കും പറയാം. ഞാൻ കുറച്ച് റിട്ടേൺ ഇന്റർവ്യൂസിനും പറഞ്ഞിട്ടുണ്ട്. ഇതിന്റെ പിന്നിലെ ഒരു കഥയുണ്ട്. എൻ്റെ സ്കൂളിൽ ഇവിടെ ഗോൾഡ് ഇയറിങ്സ് ഇടാൻ പാടില്ല എന്നൊരു റൂൾ ഉണ്ടായിരുന്നു. പൊതുവെ ഒരു നോട്ടി ഗേൾ ആയിരുന്നു. സോ വൺ വീക്കെൻഡ് ഞങ്ങൾ എന്തോ ഒരു കല്യാണത്തിന് പോയപ്പോൾ മൈ മം ലെഫ്റ്റ് ഫോർ വർക്ക് വെരി ഏർലി ഇൻ ദ മോർണിംഗ്. അപ്പം ഊരി കൊടുക്കാൻ മറന്നുപോയി. ആൻഡ് ഞാൻ എൻ്റെ വീട്ടിൽ ഒഫീഷ്യൽ ബട്ടർ ഫിംഗേഴ്സാണ്. എന്ത് തൊട്ടാലും വീഴും, എന്ത് തൊട്ടാലും ലോസ്റ്റ് ആയി പോവും. അപ്പോൾ പേടിച്ചതിൽ ഗോൾഡ് ഇയറിങ്സ് ഒക്കെ ഐ ഷുഡ് ബി കെയർഫുൾ എന്ന് പറഞ്ഞിട്ട് ഇട്ടിട്ട് പോയി. എന്നെ സ്കൂൾ ലൈനിൽ നിന്ന് അസംബ്ലി ലൈനിൽ നിന്ന് പുറത്ത് കൊണ്ടുവന്നിട്ട് യു ഷുഡ് നോട്ട് വെയർ ഇയറിങ്സ് എന്ന് പറഞ്ഞു. എൻ്റെ മുമ്പിലത്തെ ഗേൾ ഇസ് വെയറിങ് സച്ച് ബിഗ് ഇയറിങ്സ്. അപ്പോൾ ഞാൻ പറഞ്ഞു സാർ ഒരു മിനിറ്റ്. നമ്മൾ പണ്ട് അങ്ങനെ ഒരു ശീലമാണല്ലോ, നമ്മൾ മാത്രം എങ്ങനെ പോകുന്നത്. അപ്പൊ ഞാൻ എൻ്റെ പോയിന്റ് ഇതായിരുന്നു. എൻ്റെ പോയിന്റ് എന്താന്ന് വെച്ചാൽ I said, you know, the whole school knew that I am a person that hates to wear any of these things. Because I was an athlete. So I was always, I had my stopwatch, I had my spikes. I was only interested in those kind of things. So എനിക്ക് ജുവലറിയിലൊന്നും താല്പര്യം ഇല്ലായിരുന്നു. ചെറുപ്പം തൊട്ട് everybody knows. So suddenly this teacher's calling me out and I became upset. So I said, sir, you're not even catching her. Why? What is it? You don't talk back to me. എന്ന് പറഞ്ഞിട്ട് പ്രിൻസിപ്പലിൻ്റെ ഓഫീസിൽ പോയി. പ്രിൻസിപ്പൽ സെഡ് ഗെറ്റ് ഔട്ട്. ഞാൻ ഗെറ്റ് ഔട്ട് ആയി. അപ്പോൾ വിഷുവിന് സേവ് ചെയ്ത് കുറെ കാശുണ്ടായിരുന്നു. വിഷു സ്റ്റോറി ദിസ് ഇസ്. I was very angry and I was very upset. So the only way for me to rebel is my teacher looked at me and said, you can't wear gold earrings here. Okay. So I went and punctured everything here. Oh. So and I wore here and I didn't wear here. So I just like, by the technicality I kind of just shut them up. Of course they took it out on me for the rest of my life. പക്ഷേ അതായിരുന്നു ഈ ഇതിന്റെ കഥ. പിന്നെ അത് ടോട്ടൽ എത്ര ഉണ്ടെന്ന് പറയോ? എത്ര ടോട്ടൽ ഉണ്ട്? Just 9. Just 9. Only 9. ഒരു കാതിൽ 9. Yeah. Total? Yeah. 18. ഓഹോ. Plus 1.
ഓ മൂക്കിലും കൂടെ കൂട്ടി ടോട്ടൽ 19. മഹേഷിന്റെ പ്രതികാരം എന്നൊക്കെ പറയുന്ന പോലെ അപർണയുടെ പ്രതികാരം. അയ്യോ ഓക്കെ, സൂപ്പർ. പ്രതികാരം. So, ഏതെങ്കിലും ഒരു മൂവി ക്യാരക്ടറിന് വേണ്ടിട്ട് ഇതെല്ലാം മാറ്റിയിട്ട് ചെയ്തിട്ടുണ്ട് അല്ലേ? പിന്നെ. പിന്നെ അത് ചെയ്തിട്ടുണ്ട്. even this movie സഖാവ് also അത് ചെയ്തിട്ടുണ്ട്. ആണ് ഇത് കുരു വെച്ചിട്ടാണ് ചെയ്തത്. സഖാവിനോട് എന്താ കൂടുതൽ ഇഷ്ടം വരാനായിട്ടുള്ള റീസൺ? One is my character. It's a very interesting character. അത് പറയില്ലെന്ന് ആദ്യമേ അതെ, അത് ജാമ്യം പറഞ്ഞ എടുത്തു. പിന്നെ അത് അതിന്റെ ഒരു രസം പോകുന്നതാണ്. നമുക്ക് നീതി ആ സിനിമയോട് നീതി പുലർത്തുകയാണ്. നിങ്ങൾ പറഞ്ഞോണ്ടിരുന്നു നിങ്ങൾ അല്ല പറഞ്ഞോണ്ടിരുന്നു. പക്ഷെ കുഴപ്പമില്ല, അങ്ങനെ ഇത്രക്ക് കാണിക്കുമ്പോ എന്തോ സംതിങ് ഈസ് വെയിറ്റിംഗ് Of എന്നുള്ളൊരു ഫീലിംഗ്. course. So let it be. And you carry on. ഓക്കെ. ഞങ്ങളിപ്പോ സംസാരിച്ചു. ഓക്കെ, പറയൂ എന്താണ് ആ ക്യാരക്ടർ? And that team was damn fun. The director is fantastic in the sense he doesn't Pulli will be very down, but he's a constant joke man. ഓക്കെ, Constantly lightening the situation, making everybody laugh too much. So much that you know 35 your dialogue also like, can you stop making us laugh? എന്റെ dialogue ഒന്ന് തീരട്ടെ. And openly he'll come, അപ്പനൊക്കെ dialogue ഉണ്ടല്ലേ കൊറേ ടേക്ക് പോകും. But really live and energetic. He's a very positive person, and he enjoys making other people smile and other people laugh, and it's fun to be around him. So that way it was good fun. And സിദ്ധാർത്ഥ് ശിവൻ അല്ലേ, അപ്പൊ എവിടെയെങ്കിലും നമുക്ക് ഇച്ചിരി ബ്രേക്ക് ഉണ്ടെങ്കിൽ അടുത്തുള്ള ഒരു ഹോംലി മീൽസ് സംതിങ് ഹാപ്പിയാണ്. ഒറ്റ കാര്യം, അത് എസ് ഓർ നോ പറഞ്ഞാലും മതിയാവും. കാര്യം സഖാവ് മൂവി നമ്മൾ അതിന്റെ പോസ്റ്റർ കാണുമ്പോൾ ഒക്കെ നമ്മൾ പ്രതീക്ഷിച്ചിരുന്ന ഒരു പക്ക രാഷ്ട്രീയ മൂവി അങ്ങനെയുള്ള കാര്യമൊക്കെ നമ്മൾ പ്രതീക്ഷിച്ചത്. പക്ഷെ ടീസർ ട്രെയിലറൊക്കെ വന്നപ്പോഴത്തേക്ക് പെട്ടെന്നൊരു കോമഡി ചായ്വ് നമുക്ക് വന്നു. അതൊരു കോമഡി ആണോ അതോ എന്താണ് അതിന്റെ? I think it's really something to be watched because it's got a really fine line and it's very interesting. അത് ഞാൻ തന്നെ പറഞ്ഞു പോയാൽ പിന്നെ അതിന്റെ ഒരു എക്സ്പെക്ടേഷൻ വിൽ ചേഞ്ച്. സോ ജസ്റ്റ് ഗോ ഫോർ ഇറ്റ്. കോമഡി ഉണ്ട്. ഓൾറെഡി ഉള്ള കൺഫ്യൂഷൻസ് എല്ലാം ഇനി സിനിമ പോയി കണ്ടതിന് ശേഷം തിരിച്ചറിഞ്ഞാൽ മതി എന്നല്ലേ? യെസ്, കറക്റ്റ്. നിങ്ങൾ കറക്റ്റാ. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കറക്റ്റ് ആയിട്ട് പറഞ്ഞു. റോങ് റൂട്ട് പോകുന്നുണ്ട്.